ഹലോ, അസ്സാം വലൈക്കും. കുക്കി ടോക്കിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റൊരു വീഡിയോ എന്നൊക്കെ പറഞ്ഞ് ഗമയിൽ തള്ളുണ്ട് കേട്ടോ. ആക്ച്വലി ഇതാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ. എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. കുറ്റങ്ങളും കുറവുകളൊക്കെ എന്തായാലും ഉണ്ടാവും, ഒന്ന് കണ്ണടച്ചാളി. അപ്പോൾ എൻ്റെ വീഡിയോ കൂടെ ഞാൻ നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് കുക്കിംഗ് ആണ്, പ്ലസ് എൻ്റെ വാചകടിയും. ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ അമ്മച്ചിൻ്റെ മീൻ കറിയാണ്. എൻ്റെ അമ്മച്ചിൻ്റെ മീൻ കറി ഉണ്ടല്ലോ മക്കളെ, അത് വേറെ ലെവൽ സാധനമാണ് കേട്ടോ. പക്ഷേ എന്നെക്കൊണ്ടൊന്നും അത് കൂട്ടിയൊക്കെ ഓടൂല. ഇമ്മച്ചിൻ്റെ പോലെ എത്ര ഉണ്ടാക്കാൻ നോക്കിയാലും ഇമ്മച്ചിൻ്റെ അടുത്തേക്ക് പോലും ഞാൻ എത്തൂല. ആർക്കല്ലേ ഈ മീൻ കറിയും ചോറൊന്നും ഇഷ്ടമില്ലാത്ത സംഭവം. ഞാനൊരു പാലക്കാട്ടുകാരിയാണെങ്കിലും 9 വർഷമായിട്ട് UAE ഭർത്താവും കുട്ടികളുടെ കൂടെയാണ് താമസം. ഇടയ്ക്ക് വെക്കേഷന് നാട്ടിൽ പോകുമ്പോഴാണ് ഉമ്മച്ചിയുടെ ചോറും കൂട്ടാനൊക്കെ വയറ് നിറച്ച് കഴിക്കുക. അതൊരു 1.5 കയ്പ്പായിരിക്കും കേട്ടോ. ഈ UAE നിൽക്കുന്ന സമയത്ത് കഷ്ടപ്പെട്ട് മെലിഞ്ഞ് ഡയറ്റൊക്കെ ചെയ്തിട്ടായിരിക്കും നാട്ടിലേക്ക് പോവാം. നാട്ടിലേക്ക് പോകുമ്പോഴോ ഇരട്ടി തടിച്ച് വീർത്തിട്ടായിരിക്കും ഇങ്ങോട്ട് വരിക. അപ്പം ഞാൻ ചിലപ്പോൾ ആലോചിക്കും, ഭക്ഷണം ഒന്നും കഴിക്കാതെ എന്തിനാ അങ്ങനെ ജീവിക്കുന്നത് എന്ന് അല്ലേ. ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കും വേണം, ഇന്ന് തടി വെക്കാനും പാടില്ല. അങ്ങനെ എന്തെങ്കിലും മാർഗം ഉണ്ടോ? അങ്ങനെ ഒരു മാർഗം എന്തായാലും ഉണ്ടാവില്ലല്ലേ. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ ഒരു മീനും വാങ്ങി ഇങ്ങനെയൊക്കെ ഒരു കറി വെച്ച് നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കട്ടാ. അതുകൊണ്ടൊരു കുഴപ്പമില്ല, എപ്പോഴെങ്കിലും ഒരു ദിവസമല്ലേ. പക്ഷെ സ്ഥിരാക്കരുത്. സ്ഥിരാക്കി കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരം കൂടെ നോക്കണമല്ലോ അല്ലേ. തടിച്ച് വീർത്താൽ ഭംഗി പോവും, മെലിഞ്ഞിരിക്കണവരാണ് എന്നും ഭംഗി. അങ്ങനൊന്നും ഇല്ലടോ. ഹെൽത്തി ആയിട്ടിരിക്കണം, അതാണ് വേണ്ടത് അല്ലേ. അല്ലാതെ കുറേ തടിച്ചിട്ടും കുറേ മെലിഞ്ഞിട്ടും കറുത്തിട്ടും വെളുത്തിട്ടും മനുഷ്യന്മാരനൊക്കെ പഠിച്ചോനെ അങ്ങനെ തന്നെയല്ലേ സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ ഞാൻ കുറച്ച് മീനെടുത്ത് അങ്ങോട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മീനിലേക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. മസാലകളൊക്കെ എന്താണ്, തനി നാടൻ മസാലകൾ തന്നെയാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ഇഞ്ചിയും പെരുംജീരകവും സുർക്കയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കൂട്ടിക്കുഴച്ച് വെക്കുക. ഈ സുർക്ക ഒഴിക്കണ കാര്യം പറഞ്ഞപ്പോഴാണ് എൻ്റെ അമ്മച്ചി പറയുന്നത്, എടി മീൻ പൊരിക്കണതിൽ സുർക്കട്ട ഒരു രസം ഉണ്ടാവില്ല, മീൻ കഴുകണതിലേക്ക് വേണമെങ്കിൽ സുർക്കട്ട അത്യാവശ്യം ആ മീനിൻ്റെ മണമൊക്കെ ഒന്ന് മാറിക്കിട്ടും, പൊരിക്കണതിലേക്ക് ഇടണ്ട, വേണമെങ്കിൽ ഈ ഒരു നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചോന്ന്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടാ, നാരങ്ങ നീര് ഒഴിക്കുന്നതാണോ അതോ സുർക്ക ഒഴിക്കുന്നതാണോ നല്ലത് എന്ന്. ഞാനിതുവരെ ആയിട്ടും സുർക്കയാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണോ എൻ്റെ മീനിങ്ങനെ എന്താ പറയുക ഭയങ്കര സ്റ്റിഫായിട്ട് പൊരിച്ച മീൻ എന്തായാലും സ്റ്റിഫായിട്ട് തന്നെ ഉണ്ടാവുക. പക്ഷേ എനിക്ക് കുറച്ച് കുഴഞ്ഞ് കിടക്കുന്ന രീതിയിലായിരുന്നു ഇഷ്ടം. അപ്പോൾ അതവിടെ നമ്മുടെ കറിയൊക്കെ അവിടെ സെറ്റായിക്കണ്, നല്ല തിളച്ചിട്ടുണ്ട്, തേങ്ങ ഒക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ മീൻ പൊരിച്ചതും ചട്ടിയിലിട്ടിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലൊക്കെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ചിരിക്കണത്. വെളിച്ചെണ്ണ നമ്മുടെ തനി നാടൻ റെസിപ്പികൾക്കൊക്കെ വെളിച്ചെണ്ണ ആണല്ലോ, അതൊരെണ്ണം കൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചതാണ്. ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കട്ടാ. ഈ ഒലീവ് ഓയിലൊക്കെ ഉപയോഗിച്ച് ചിലവരും മീൻ പൊരിക്കും. അതൊക്കെ ഡയറ്റിൽ പെടുന്നവരാണെന്ന് തോന്നുന്നു, എല്ലാത്തവരും ഉപയോഗിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റ് മീൻ പൊരിച്ചത് എടുത്തപ്പോൾ തന്നെ കയ്യിൽ നിന്ന് പോയിക്കണ്, അത് പൊട്ടി. അപ്പോൾ ഞാൻ വേറൊരു മീൻ പൊരിച്ചതും ചോറും കറിയൊക്കെ ഒഴിച്ച് ഭക്ഷണം കൂട്ടിയടിച്ച്. ഇപ്പോൾ കുറച്ച് കറിയും കൂടിയും ബാക്കിയുണ്ട്, അത് ഞാൻ പിറ്റേ ദിവസം അതിലേക്ക് കുറച്ചും കൂടി ചോറിട്ട് കൂട്ടിക്കൊഴിച്ച് കഴിക്കാനാണ് പ്ലാന്. അപ്പോൾ അതാ ഉച്ചയൂണ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് ചെറുപയറുപ്പേരി ഇതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ചെറുപയറുപ്പേരിയും ചോറൊക്കെ എന്ത് രസമല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബായ്.